നാം പലപ്പോഴും നമ്മുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കിട്ടാൻ പിന്തുടരുന്നത് അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നത് വിശുദ്ധരോടാണ്. വിശുദ്ധരോട് പ്രാർത്ഥിക്കരുതെന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നാം വിശുദ്ധരുടെ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ തന്നെ വ്യക്തമായി ഈശോനാഥൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോവുകയാണ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ വ്യസനിക്കേണ്ടതില്ല, നിങ്ങൾ ഭയപ്പെടേണ്ട. കാരണം ഞാൻ പിതാവിൻ്റെ പക്കൽ പോയാൽ നിങ്ങൾക്ക് സഹായകനെ അയക്കും. ഞാൻ അവിടെ ചെന്നാലേ സഹായം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ പിതാവിൻ്റെ പക്കലേക്ക് പോയാൽ നിങ്ങൾക്ക് സഹായകനെ അയക്കും. സഹായകൻ വരുമ്പോൾ നിങ്ങൾക്കെല്ലാം വെളിപ്പെടുത്തി തരും. എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എങ്ങനെയായിരിക്കണം, എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്, നിങ്ങൾക്ക് അനാവശ്യമായത് എന്തൊക്കെയാണ്, എല്ലാം വെളിപ്പെടുത്തി തരും സഹായകൻ. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. അവനാണ് ധൈര്യം തരുന്നവൻ, അവനാണ് ശക്തി തരുന്നവൻ, അവനാണ് സമ്പത്ത് തരുന്നവൻ, അവനാണ് രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവൻ, അവനാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൂരീകരിച്ച് തരുന്നവൻ, അവനാണ് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം അവനാണ്. കാരണം അവിടുന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നു, സഹായകൻ നിങ്ങളോട് കൂടെ ലോകാന്ത്യം വരെ ഇരിക്കും. എൻ്റെ കൂടെയോ മറ്റൊരാളുടെ കൂടി മാത്രം അവസാനിച്ച് പോവല്ലേ, ശിഷ്യന്മാരുടെ കൂടെ നിന്നിട്ട് സഹായം തിരിച്ചു പോയില്ല. സഹായകൻ എന്ന പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ പിതാവിൻ്റെയും പുത്രൻ്റെയും ഒപ്പം ദൈവമായ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് വേണ്ടി, നമ്മളെ രക്ഷിക്കാൻ വേണ്ടി, വീണ്ടും തിന്മയിൽ അകപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി സംരക്ഷകനായി, സഹായകനായി നമുക്ക് നൽകിയിരിക്കുക. ഈ യാഥാർത്ഥ്യം നമ്മൾ ഇന്ന് വരെ വിശ്വസിച്ചിട്ടില്ല. ആലോചിച്ച് നോക്കിയോ, ഞാൻ പറഞ്ഞ ശരിയല്ലേ എന്ന്. നമുക്ക് പുണ്യാളന്മാരുടെ പെരുന്നാളുകൾ വേണ്ടതുണ്ട്. പെരുന്നാൾ ആഘോഷിക്കേണ്ടതെന്നല്ല ഞാൻ പറയണേ. പുണ്യാളന്മാരുടെ ഇപ്പോൾ സെബസ്ത്യാനോസിൻ്റെ അമ്പ് എടുക്കണ കണ്ടുണ്ടാവും നിങ്ങൾ. അമ്പ് വൈദികൻ ദേവാലയത്തിൽ വെച്ച് വിശുദ്ധീകരിച്ച് പൂജിച്ച് നമുക്ക് തരുന്നു. അത് സംപൂജ്യമായ വസ്തുവാണ് അമ്പ്. ആ അമ്പ് നമ്മളെങ്ങനെ കൊണ്ടു നടക്കണേ? മദ്യം കഴിച്ചിട്ട് എല്ലാ തോന്നിവാസങ്ങളും ചെയ്തിട്ട് ആ അമ്പ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അല്ലേ? അതിനല്ലേ വാസ്തവം. സെബസ്ത്യാനോസിൻ്റെ രൂപം എടുക്കാൻ നോക്കി. രൂപം എടുക്കുന്നതിൽ ആരെങ്കിലും മദ്യപിക്കാത്തവരുണ്ടാവുമോ? പെരുന്നാളിൻ്റെ അന്ന് ഉച്ചയ്ക്കടുത്ത് ഊണ് കഴിക്കുമ്പോൾ മദ്യപിക്കാത്തവരായിട്ട് ഏത് ക്രിസ്ത്യാനി ഉണ്ടാവുക? പെരുന്നാൾ ക്രിസ്ത്യാനി ആഘോഷിക്കുന്നത് എന്തിനാ? ലാവിഷായിട്ട് കുടുംബസമേതം മദ്യം കഴിക്കാൻ, അല്ലാന്ന് തോന്നുന്നുണ്ട? ഒരു പെരുന്നാളിന് ഒരു വീട്ടിൽ മിനിമം ചിലവാക്കുന്ന രൂപ 10,000 മുകളിലാണ്. ഒന്ന് നിങ്ങൾ ചിന്തിക്കണം. 10,000 രൂപ കൊണ്ട് നിങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ തൊട്ടപ്പുറത്ത് ഈ പെരുന്നാൾ കണ്ടിട്ട് മക്കളെ സമാധാനമായിരിക്കും, നമ്മുടെ അപ്പം വരുമ്പോൾ, നമ്മുടെ ചേട്ടൻ വരുമ്പോൾ നമുക്കെല്ലാം തരും എന്ന് പറയുന്ന അമ്മമാരുണ്ട്. പടക്കം പൊട്ടിക്കലിൽ കാണുമ്പോൾ കൊതിയോടെ നോക്കുന്ന മക്കളുണ്ട് ഇല്ലേ? നിങ്ങൾ ചിന്തിച്ച് നോക്കിയിട്ടുണ്ട്, അയ്യ ഞാൻ പറഞ്ഞ വാസ്തവമല്ലേ എന്ന്. നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ സുഖങ്ങളെല്ലാം നിർവഹിച്ചിട്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ബാക്കിയുണ്ടെങ്കിൽ എന്നാലും നമ്മൾ കൊടുക്കാറില്ല. കാരണം അത് ഫ്രിഡ്ജിൽ കയറ്റും, ഭക്ഷണമാണെങ്കിൽ ഫ്രിഡ്ജിൽ കയറ്റും, കാശിനെ ബാങ്കിലിടും ഇല്ലേ? പൊന്നു സഹോദര, ഒരു കാര്യം നല്ലതുപോലെ ചിന്തിക്കണം. ഒരു പൈസ
നിൻ്റെ കുടുംബക്കാർ നിനക്ക് തന്നയക്കില്ല, തെറ്റിദ്ധരിക്കണ്ട. എത്ര പ്രിയപ്പെട്ട ഭാര്യയായിക്കോട്ടെ, ചക്കര പൊന്നേന്നൊക്കെ വിളിക്കുന്ന മക്കളായിക്കോട്ടെ, അപ്പ അമ്മ എന്നൊക്കെ വിളിക്കുന്നവരൊക്കെ ആയിക്കോട്ടെ, എന്ത് ബന്ധങ്ങളുണ്ടായിക്കോട്ടെ, നിൻ്റെ ഈ നാസാദുരങ്ങളിൽ നിന്നുള്ള ശ്വാസം നിന്നാൽ ആദ്യം നിൻ്റെ മൂക്കിലെ പഞ്ഞി വയ്ക്കുക. മേലിൽ നീ പിന്നെ ശ്വാസം വലിക്കരുത്. അവർ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്കതിന് നീതീകരണമുണ്ട്. മൂക്കിൽ ഈച്ച പോകാതിരിക്കാന്ന് പറയും. കഴിഞ്ഞില്ലേ കാര്യം? ആദ്യം മൂക്കിൽ പഞ്ഞി വയ്ക്കും. 2 പേര് വരില്ലേ, ഈ 2 പേരിലും കൂട്ടിക്കെട്ടും. ഈ 2 പേരിൽ കൂട്ടിയത് കൊണ്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ 4 പേരിലുണ്ട്, ഈ 2 പേരിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അത് കൂട്ടിക്കെട്ടും. കഴിഞ്ഞില്ല. ഇനി അങ്ങാനും നീ ഏറ്റാലോ എന്ന് ധരിച്ച് നിൻ്റെ പെരുവരിൽ 2 കൂട്ടിക്കെട്ടും കാലിൻ്റെ. എന്നിട്ടും കഴിഞ്ഞില്ല. അച്ഛനെ വിളിക്കാൻ പോയ സമയം 10 മണിക്കാണ് ശവടുപ്പെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 മണിന്ന് പറഞ്ഞ് 9:35 ആകുമ്പോൾ തുടങ്ങും ഭാര്യ വിളിച്ചിട്ട്, മോനെ അച്ഛൻ്റെ അടുത്തേക്ക് പോയാ, മോനെ അച്ഛൻ്റെ അടുത്തേക്ക് പോയെന്ന് ചോദിക്കുന്നത് അച്ഛനോടുള്ള സ്നേഹം കൊണ്ടല്ല. ഈ കിടക്കുന്ന സാധനം പെട്ടിയിലാക്കി വെച്ചുള്ളേ, അത് കൊണ്ടുപോകണ്ടേ, മറന്നുവോ എന്നാ ചോദ്യം. തലേ ദിവസം രാത്രി ഊണ് കഴിക്കാതിരിക്കുമ്പോൾ എന്താ പറഞ്ഞതെന്നറിയോ? നിങ്ങളെന്താ പോയിട്ട് ചോറ് കുറച്ച് കൊണ്ടാണ്, ഒരു ശകലം കൂടി ഉണ്ടേ, മക്കൾക്കൊക്കെ പിന്നെ കൊടുക്കാം, ആളുണ്ടായിട്ട് വേണ്ട, ചിത്രം ഉണ്ടായിട്ട് വേണ്ട, ചുമരുണ്ടായിട്ട് വേണ്ട ചിത്രം എഴുതാന്നൊക്കെയാണ് പറഞ്ഞിരുന്നത്. ആ ആൾ ഉണ്ട് കിടന്നതാ, മരിച്ചു. നേരം വിളിച്ച് കഴിയുമ്പോൾ അമ്മ ചോദിക്കുന്നു, മോനെ അച്ഛൻ്റെ അടുത്തേക്ക് ആൾ പോയോ? എന്താ നേരം വൈകണം, നമ്മൾ 10 മണിയല്ലേ പറഞ്ഞ്, ഇപ്പോൾ 9:30 കഴിഞ്ഞില്ലേ, അച്ഛനെ കൊണ്ടുവരാൻ പോയാ? എന്താ മനസ്സിലാക്കിയേ? ഇത്രയുള്ള സ്നേഹിത, നീ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ, ഒരു കാര്യമില്ല. വാൽമീകിയുടെ ഭാര്യ പറഞ്ഞ മാതിരി നിങ്ങൾ കളവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം. ഞങ്ങൾ ഭാര്യ മക്കൾക്കും ചെലവിന് തരേണ്ട ബാധ്യത നിങ്ങൾക്കുള്ളതാ എന്ന് പറഞ്ഞ് അവിടെ സഞ്ചു. വാൽമീകി ഇത്തിരി ബുദ്ധിയുള്ള ആളായിരുന്നു, തമ്മടിത്തരമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആളതുകൊണ്ട് സന്യസിക്കാൻ പോയി. ഇതൊക്കെ കേട്ടിട്ട് നീ സന്യസിക്കാൻ പോകണില്ല, എൻ്റെ മക്കളെ ഏതായിട്ട് കെട്ടിപ്പിടിച്ച് കിടക്കുക, ഒരാൾക്കൊരു പൈസ കൊടുക്കില്ല, ഒരാൾക്കൊരു ഉപകാരം ചെയ്യില്ല, ഒരാൾക്കൊരു നാവ് കൊണ്ടേലും നല്ലത് പറഞ്ഞു കൊടുക്കില്ല, ഒന്നും ചെയ്യണ്ട. സ്വന്തം നാവ് കൊണ്ടൊരു നല്ലത് പറഞ്ഞോളേ, അത് ചെയ്യില്ല. പരമാവധി അവൻ്റെ കുടുംബം കുളം തോണ്ടാൻ എന്തൊക്കെ ചെയ്യണോ അതൊക്കെ ചെയ്യും. അവൻ്റെ കുടുംബം, അതായത് സന്തോഷത്തിൽ കഴിയുന്ന അവൻ്റെ കുടുംബത്തെ ഛിദ്രിച്ച് തമ്മിത്തല്ലിച്ച് നാനാവിശേഷമാക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യും. വാസ്തവമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങളെ കത്തി കൊണ്ടല്ല ആളെ കൊല്ലുന്നത്, നിങ്ങൾ കൊല്ലുന്നത് നിങ്ങളുടെ നാവ് കൊണ്ടാണ്. നിങ്ങളുടെ ആയുധങ്ങളോ മാരകായുധങ്ങളോ അല്ല ഉപയോഗിക്കുന്നത്, നിങ്ങൾ നിങ്ങളുടെ നാവ് കൊണ്ട് കൊന്നത് അനവധിയാണ്. ബൈബിളിൽ പറയണ്ടേ വളരെ വ്യക്തമായിട്ട്, നീ കൊന്നതിൻ്റെ കണക്ക് എത്രയാന്ന് ഒന്ന് വായിച്ച് നോക്കണം, എങ്ങനെയുണ്ടെന്ന്. മനസ്സിലായ? നിൻ്റെ മകൾക്ക് 101 പവനും ഇമ്പാല കാറും കൊടുക്കുമ്പോൾ നിൻ്റെ തൊട്ടപ്പുറത്തുള്ള പെൺകുട്ടി കല്യാണം കഴിക്കാൻ പറ്റാണ്ട് 40 വയസ്സായിട്ട് നിൽക്കണേ. അപ്പനില്ലേന്, അമ്മയുള്ളോ? വിവാഹം കഴിക്കാൻ കാശില്ലാത്തതുകൊണ്ട് 40 വയസ്സായി. തൊട്ടിപ്പുറത്ത് നീ നിൻ്റെ മകളെ 501 പവൻ കൊടുത്ത് കെട്ടിക്കുന്നു. നിൻ്റെ മകൾക്ക് സ്വസ്ഥത ഉണ്ടാവുമോ? അവൾക്ക് ഉറങ്ങാൻ പറ്റില്ല കിടക്കയിൽ. അവളുടെ ഭർത്താവിനെ അവൾക്ക് സ്നേഹപൂർവ്വം ചേട്ടാന്ന് വിളിക്കാനാവില്ല. അവളെ അമ്മായിമ്മ അവളെ മോളെ മരുമോളെ എന്ന് വിളിക്കില്ല, വേറെ പല പേരുകളൊക്കെ വിളിക്കുക. നമ്മൾ കേൾക്കാറില്ലേ പല പേരുകളും. ആത്മഹത്യ ചെയ്തു, കെട്ടിത്തൂങ്ങി, ചവിട്ടിക്കൊന്നു. അതെ, മനസ്സിലാക്കണം. ഞാൻ ചെയ്യേണ്ട നന്മ ഞാൻ ചെയ്തില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എന്നെ ഉപേക്ഷിക്കും. പരിശുദ്ധാത്മാവിൻ്റെ സഹായകനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ മക്കളെയും കൊണ്ട് പെരുന്നാൾക്കൊക്കെ പോകാറില്ലേ? കൊച്ചുമക്കളെയൊക്കെ കൊണ്ട് കൈമ ബലമായിട്ട് പിടിക്കില്ലേ? പിടിക്കാറുണ്ടല്ലോ, ഉറപ്പല്ലേ?
എന്തിനാ പിടിക്കണേ? വീട്ടിൽ അവൻ അവൻ്റെ പാട്ടിന് പോവും. അതുപോലെ തന്നെയാ ഇവിടെയും. ഇവിടെ അങ്ങനെയാ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിന്നാൽ മാത്രമേ അവൻ്റെ കൃപ കിട്ടൂ. പരിശുദ്ധാത്മാവ് നിന്നെ സഹായിക്കാൻ സന്നദ്ധനാണെങ്കിലും നിനക്ക് സഹായം ആവശ്യമില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നീ ഇന്നേ വരെ ചോദിച്ചിട്ടുണ്ട് നിന്റെ പരിശുദ്ധാത്മാവിനോട്, എൻ്റെ സഹായക, എൻ്റെ നിത്യസഹായക, എൻ്റെ ദൈവത്തിൻ്റെ വാഗ്ദാനമായ അങ്ങ്, എൻ്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്നിരിക്കുന്ന അങ്ങ് എന്നെ ഈ പ്രതിസന്ധിയിൽ താങ്ങണേ, സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്? ഇല്ല. മാല പോയി ഓടി അന്നോട് സുനാരെഴുതിക്കി. ഒരുത്തിന് തല്ലുകൊല്ലണമെന്ന് ആഗ്രഹം വന്നു കഴിഞ്ഞാൽ ഓടി യൂദാസ്ലിയാരെഴുതിക്കി. അല്ലേ? അങ്ങനെയല്ലേ? ഏതെങ്കിലും അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടിയുടെ കല്യാണം കഴിയണം കർത്താവേ എന്നിട്ട് നീ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാറുണ്ടോ? ഇല്ലല്ലോ. ഇല്ല, പ്രാർത്ഥിക്കില്ല. അവളെ എങ്ങനെ നരകിച്ച് പോകാൻ പറ്റുന്ന മാതാവേ എന്ന് ചോദിച്ചിട്ട് പ്രാർത്ഥിക്കാറ്. പൊന്നു സഹോദരങ്ങളെ, മനസ്സിലാക്കിക്കോ, ദൈവം പൊറുക്കില്ല, മാപ്പ് കിട്ടില്ല, ക്ഷമിക്കില്ല. പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങളെന്ന് പറഞ്ഞ അനവധിയാണ്. ഞാനൊന്ന് ചിന്തിച്ച് നോക്കിയപ്പോൾ ഞാൻ അസ്തപ്രജ്ഞനായിരിക്കുക. എൻ്റെ ഗതി എന്താണല്ലോ ദൈവമേ എന്ന് വെച്ചിട്ട്. ഇതൊക്കെ നിങ്ങളോട് പറയുമ്പോൾ തന്നെ ഞാൻ നെടുവീർപ്പിടുക. കാരണം ഞാൻ ഈ പടികളൊക്കെ കടന്നു പോകുന്നവനാണ്. എനിക്കിപ്പോൾ ഭയമാണ്. എന്തിനെക്കുറിച്ച്? ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച്. എൻ്റെ കർത്താവിനോട് പൊറുക്കും എന്ന പ്രത്യാശ മാത്രമേ ഉള്ളൂ. എൻ്റെ സഹായകൻ എനിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും എന്ന് സഹായിക്കുള്ളൂ. പരിശുദ്ധാത്മാവിനെതിരായ പാപങ്ങൾ ക്ഷമിക്കില്ല എന്ന് തമ്പുരാൻ കർത്താവ് പറഞ്ഞവളെ വചനം നിറവേറും. അങ്ങനെയാണെങ്കിൽ എൻ്റെയൊക്കെ സ്ഥിതി എന്തായിരിക്കും? കെട്ടിപ്പിടിച്ച് കരയേ പാകുള്ളൂ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്തോട് ചേർന്ന് പരിശുദ്ധാത്മാവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി അവിടുത്തെ നിലവിളിക്കാനെപ്പാകും. അലിവ് തോന്നും. കാരണം കരുണയുള്ളവന്, കരുണാസാഗരമാണ്. അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. പാപത്തിൻ്റെ കടികളിൽ നിന്ന് രക്ഷിക്കണേ. മേലിൽ പാപം ചെയ്യാതിരിക്കാൻ എനിക്ക് നിലനിൽപ്പിൻ്റെ വരം തരണേ. പരിശുദ്ധാത്മാവ് എന്നെ ജീവിക്കണേ, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കണേ. എൻ്റെ കിടക്കയിലല്ല, എൻ്റെ അരികിലല്ല, എൻ്റെ ചുറ്റുവട്ടത്തല്ല, എൻ്റെ ഹൃദയത്തിൽ 4 അറകളുണ്ട്. അതിൽ 3 അറകൾ നിങ്ങൾ വന്ന് വസിക്കണം. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന ത്രിത്വൈക ദൈവം എൻ്റെ ഹൃദയത്തിൻ്റെ അറകളിൽ വസിക്കണം, ആ സക്രാരിക്കുള്ളിൽ വസിക്കണമെന്ന് ആവശ്യപ്പെടണം. പിന്നൊരു അറയുണ്ട്, അത് പുണ്യാളന്മാർക്കും വിശുദ്ധന്മാർക്കും കൊടുത്തു. പ്രശ്നമില്ലല്ലോ. അപ്പം നിൻ്റെ ഇഷ്ടം നടന്നു, ദൈവത്തിൻ്റെ ഇഷ്ടം നടന്നു. പൊന്നു സഹോദരങ്ങളെ, വേദനയുണ്ട്, ഒരുപാട് വേദനയുണ്ട്. വേദനയുള്ളത് കൊണ്ട് ഇതൊക്കെ പറയണേ, അല്ല ഇതൊന്നും പറയില്ല. അപ്പൻ ചെറുപ്പത്തിൽ എന്നെ അടിച്ചിട്ടുണ്ട്. ഒരടി അടിച്ചപ്പോൾ എൻ്റെ ബോധം പോയി. പക്ഷെ വൈകുന്നേരമായപ്പോൾ അപ്പൻ്റെ ബോധം പോയി. എങ്ങനെയാണെന്നറിയോ? ഉറക്കത്തിൽ നിന്ന് ഒരു 1 മണിയായപ്പോൾ എന്നെ വിളിച്ചേൽപ്പിച്ചു എന്നെ പതുക്കെ അടുക്കളയുടെ വാതിൽ തുറന്ന് പിന്നാമ്പുറത്തേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ ഉറപ്പിച്ചു ചെയ്ത തെറ്റ് തിരിയണ. അപ്പം ഞാൻ ഉറപ്പിച്ചു അന്ന് പകൽ തന്നതിൻ്റെ ബാക്കി തന്ന ഒരു മരത്തുമ്പോൾ കുമ്പുമ്പോൾ ഞാത്താനാവുന്നു. അവിടെ ചെന്നപ്പോൾ എൻ്റെ അപ്പൻ എന്നെ കെട്ടിപ്പിടിച്ചുകൊണ്ട് വിതുമ്പി കരഞ്ഞു. ഞാൻ അന്താളിച്ചു പോയി. എൻ്റെ അപ്പൻ എന്നോട് ഇങ്ങനെയാണ് പറഞ്ഞത്, തെറ്റിൻ്റെ ആ കഠിനത മൂലം അടിച്ചപ്പോൾ അപ്പൻ ഈശ്വരട്ടടിച്ചു. അതെൻ്റെ മോന് ആപത്തായെന്ന് അപ്പന് മനസ്സിലായി. അപ്പനെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കരുത്, നിന്നെ അടിക്കാൻ അപ്പനാവില്ല. അപ്പൻ നിന്നെ അടിച്ചപ്പൻ ഹൃദയം പൊട്ടി മരിക്കും. എൻ്റെ മോൻ അങ്ങനെ ചെയ്യരുത് മേലിൽ നിന്ന്. പിന്നെ ഞാൻ ഈ നിമിഷം വരെ, എൻ്റെ അപ്പം മരിച്ചിട്ട് 2000 മരിച്ചതാണ്. ഈ നിമിഷം വരെ ഞാൻ ആ തെറ്റ് ചെയ്തില്ല, ആ തെറ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. കാരണം എന്താണെന്നറിയോ? ഞാൻ എൻ്റെ അപ്പന് വാക്ക് കൊടുത്തു ഞാൻ ചെയ്യില്ല എന്ന്. അടിയുടെ വേദന കൊണ്ട് കൊടുത്ത വാക്കല്ല. എൻ്റെ അപ്പൻ്റെ ചുടുകണ്ണീരെന്നെ ശിരസിൽ വീണപ്പോൾ
എൻ്റെ ഹൃദയം ഉരുകി, എൻ്റെ നെഞ്ചകം തകർന്നു. ഞാൻ പറഞ്ഞു, ഇനി മേലിൽ ഞാൻ ചെയ്യില്ലപ്പാന്ന്. പിന്നെ ഞാൻ ചെയ്തിട്ടില്ല. അതായിരിക്കണം, അങ്ങനെ വേണം. അതാണ് പിതാവ് ആഗ്രഹിക്കുന്ന മാപ്പപേക്ഷ. അപ്പം നമുക്ക് ഇവിടെ നിർത്താം. ഓക്കെ, എല്ലാവരും ഒന്ന് ചിന്തിക്കുക, എന്തൊക്കെ അവസ്ഥയോടെ കടന്നുപോയെന്ന്. പരിശുദ്ധാത്മാവിനെ എന്തോരം വേദനിപ്പിച്ചെന്ന്. പരിശുദ്ധാത്മാവിനെ വിളിച്ച് ചോദിക്കുക, എന്താ വേണ്ടെങ്കിൽ ചോദിച്ചോ. നിങ്ങൾ ഇതുവരെ എന്നോട് ഒന്നും ചോദിച്ചിട്ടില്ല എന്ന കർത്താവ് പറഞ്ഞേ. നിങ്ങൾ ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അനവധിയല്ലാത്ത സമ്പത്തിൻ്റെ ഉടമയാണ് നിൻ്റെ അപ്പൻ. മുടിയനായ പുത്രൻ്റെ കഥയിൽ പറഞ്ഞില്ലേ, അനവധിയില്ലാത്ത സമ്പത്തിൻ്റെ ഉടമയാണ്. അനവധി പരിചാരകർ തിന്നു കൊളുത്ത് ജീവിക്കില്ലേ. അവിടെയാണ് സ്വന്തം മകനായ നീ പന്നിയേര് തീറ്റത്തിനുണ്ട്, പന്നിക്കുഴിയിൽ കിടക്കണേ. എന്താവശ്യം? ഒന്ന് കൈപ്പൊക്ക്, എന്നെ ഒന്ന് രക്ഷിക്കണേ എന്ന് പറ. നിൻ്റെ അപ്പൻ നീ കിടക്കുന്ന കുഴിവക്കത്തുണ്ട് നിന്നെ രക്ഷിക്കാനായി. നീ ഒന്ന് വിളിച്ചാൽ മതി, ഒരിക്കൽ വിളിച്ചാൽ മതി, അന്നേരം നിന്നെ കരകയറ്റും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആമേൻ.